മിന്നു മധുരവെപ്പിന്റെ കോസ്റ്റ്യൂം ആണോ മിന്നു? ധാവണിയൊക്കെ റിവ്യൂ സിമിയുടെ ക്രിയേറ്റിവിറ്റി ആണ്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. ഞാൻ പോയി മൈക്ക് എടുത്തോണ്ട് വരാം. ഹായ് ഗൈസ്, അപ്പോൾ സീനുവിൻ്റെ മധുരവെപ്പ് ഫംഗ്ഷൻ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോണേ. ഞാനും മിന്നുവും ധാവണിയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി ഒരു PT ടീച്ചറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഏഞ്ചൽ വരുമോ? അപ്പോൾ നമ്മളിപ്പോൾ ഫംഗ്ഷനിലേക്ക് പോകണം. നമ്മുടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തത് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നാളെ കാണാം. ഇപ്പം നാളെ സീനുവിൻ്റെ കല്യാണം അല്ലേ? സന്തോഷമുണ്ടോ? അന്തസ്സുണ്ടോന്നോ? സന്തോഷമുണ്ട്. അതെ. കല്യാണം ഇനി ഒരു 5 മൂട്ട കല്യാണം കൂടെ കാണണം ആഗ്രഹം. ഹായ്. ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ്. എന്താ തോന്നുന്നു? ഹാപ്പിയാ. ഇത് അൻസു ചേച്ചി സ്പോൺസർ ചെയ്തയാ. സാരി കൊടുക്കുന്നതാണ്. മാറ്റിട്ട് ഇപ്പോൾ ചുരിദാർ ഇട്ടിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഓണാണോ? എഞ്ചൽ എൻ്റെ കൂടെ കൂടിക്കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട്, യൂട്യൂബ് അസിസ്റ്റൻ്റ് ആയിട്ട്? എനിക്കുള്ള പണിക്ക് ഞാൻ എനിക്ക് വരുമാനം ഇല്ലെന്നാണ് ഏഞ്ചൽ പറയുന്നത്. നമുക്ക് മധുരവെപ്പ് തുടങ്ങാം. സ്റ്റാർട്ട്. ട്രൈപോഡ് എടുക്കാൻ ഞാൻ അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പു പറഞ്ഞു വേണ്ടത്. ഏഞ്ചലാണ് എല്ലാ ടൈം ടേബിളും ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പാളി. സിമി പറയൂ. സിമിയുടെ കോസ്റ്റ്യൂമിനെ പറ്റി പറയും. തലേന്നത്തെ കോസ്റ്റ്യൂമിനെ പറ്റി പറയും. വാടകയ്ക്ക് എടുത്താണ്. എടി മൈക്ക് അവക്ക് കൊടുത്തേടി. പറയൂ. ഞങ്ങളിവിടെ വരെ എന്തായിരുന്നു ഇവിടെ ഇട്ടോണ്ട് വന്നിരുന്നത്? ഞങ്ങളിവിടെ ഇങ്ങന്നേ സിനു. സിമി ഇങ്ങന്നേ. സിനു വന്നേടി. നമ്മൾ കഴിഞ്ഞ എത്ര മണിക്കൂറായിട്ട് മധുരവെപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 6 മണി തൊട്ട് വെയിറ്റ്. 8 മണി വീഡിയോ അങ്ങളും വാ. ഓ ഇസ് നെക്സ്റ്റ്, നോട്ട് മീ. അപ്പു ആണെന്ന്. ഓ ഇസ് നെക്സ്റ്റ് നിൽക്കുന്നത് ഞങ്ങൾ വരുന്ന. അടുത്ത അപ്പുവാണ് കിട്ടുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അടുത്ത സിമി ആയിരിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വീണ്ടാ പറഞ്ഞോ. സിമിയുടെ ക്രിയേറ്റിവിറ്റിയാണ്. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. പിന്നെ സന്തോഷം. ഇതിൽ കൂടുതൽ സന്തോഷം. 6 മാസത്തെ ആഗ്രഹമായിരുന്നു. സന്തോഷമായി. നാളെ കണ്ടോളാം. നാളെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എന്നെ കരച്ചിൽ പോളാൻ തുടങ്ങും. കെട്ടിച്ച് വിടുന്ന വരെയുള്ളൂ ഈ സന്തോഷമൊക്കെ. മക്കള് പോയി കഴിയുമ്പോ സങ്കടമായിരിക്കുമല്ലോ. ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. എടി മോനെ അങ്കിളിനെ ഞാൻ ചോദിക്കുന്നതിന് രണ്ടുപേരും മറുപടി പറയണം. ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കല്യാണത്തിലൊക്കെ വരുമ്പോ അമ്മയുടെ കല്യാണം ഓർമ്മ വരാറുണ്ടോ? വരാറുണ്ട്. അമ്മയുടെ കല്യാണത്തെ പറ്റി ചുരുക്കി പറ. ഇതുപോലുള്ള ചടങ്ങുകളൊന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. അത്ര മതി. വേണ്ട, അത്ര ഞാൻ പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞതാ. അമ്മയുടെ കല്യാണ തലേന്ന് അമ്മയുടെ ഫീൽ എന്തായിരുന്നു? അമ്മയ്ക്ക് വിഷമമായിരുന്നു, അമ്മയ്ക്ക് സന്തോഷമായിരുന്നു, അമ്മയ്ക്ക് ടെൻഷനായിരുന്നു? അമ്മയുടെ കല്യാണത്തിൽ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ലായിരുന്നു കല്യാണം എങ്ങനെ. ഓർമ്മയില്ലായൊന്നുമില്ല. അന്നൊക്കെ ഇങ്ങനെ അത്താഴ സദ്യകൾ, അതേപോലെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മധുരം കൊടുപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത്താഴ സദ്യക്ക് ബന്ധുക്കളെല്ലാരെയും വിളിച്ച് ഭക്ഷണം എല്ലാവരും കൊടുക്കുന്ന രീതിയാണ്. എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. എന്തോ ടെൻഷൻ? സന്തോഷമായിരുന്നു. 4-5 മക്കളെ കെട്ടിച്ചിട്ട് ആളെന്ന നിലയ്ക്ക് ഈ കല്യാണത്തിന് വെൽവെറ്റിക്ക് എത്ര നാണം. പിള്ളേരൊക്കെ തടയും.
പറ്റത്തില്ല. സമയം എടുക്കും. അനുവാദം കിട്ടണം. കേക്കുന്നില്ല. കേൾക്കുന്നില്ലെന്ന്. ആ കേക്കുന്നില്ല. സ്വീറ്റ്സ് കൊടുത്തോട്ടെ. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. പാവ പാവ. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചോദിച്ചേ. തോട്ടെ. ആ കൊടുത്തോ കൊടുത്തോ. കൈ 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 പിന്നെ കൈ അടിക്കണം പിന്നെ. വെറുതെ വെച്ചേക്കുന്നത്. വേറെ കൊടുക്കണേ. ഇപ്പൊ അടുത്ത് കൊടുത്തത് തന്നെ കൊടുക്കല്ലേ. അതെന്തേലും കൊടുത്താൽ ഇനി അപ്പനും എവിടെ അങ്കിൾ ആന്റിയുടെ അങ്കിൾ രാജൻ അങ്കിൾ ഓൺ ദ സ്റ്റേജ്. അങ്കിളെ വാ. രാജൻ അങ്കിൾ ഓൺ ദ സ്റ്റേജ്. രാജൻ അങ്കിളും റേച്ചൽ ആന്റിയും വന്നിട്ടുണ്ട്. കേക്കുന്നില്ല. കേക്കുന്നില്ല. ചോക്കി രണ്ടുപേരോട് ചോക്കി. ആന്റിക്ക് ഇത്ര വെച്ചുള്ളോ? ആ കൊടുത്തോ. കൈയടി കൈയടി കൈയടി. കൈ അടിക്കണം കൈ അടിക്കണേ കൈ അടിക്കണേ. ഈ അടുത്തന്നെ കൈ അടിക്കണം. അതങ്ങ് കൊടുക്ക്. സിമി ഓൺ ദ ഫ്ലോർ. ആ ചോദിക്കണം ചോദിക്കണം. സിമിയൊക്കെ ചോദിച്ചെടുപ്പിക്കണം. കേക്കുന്നില്ല. 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 ഓക്കെ കൊടുത്തോ കൊടുത്തോ. കൈയടി കൈയടി കൈയടി. എല്ലാം ഉണ്ട്. എന്തോ വേണേലും എടുത്തോ. അങ്ങനെ പോയല്ലോ. ചോദിച്ച സമ്മതമൊക്കെ മേടിച്ചിട്ട് ഞങ്ങളോട് ഞങ്ങളോട് കുറച്ച് ലഡ്ഡു കൊടുത്തോട്ടെ. വേണ്ട. ഈ സാധനം കൊടുക്കട്ടെ. അതിന്റെ പേര് പറ. തണ്ണിമത്തം കൊടുക്കട്ടെ. എല്ലാ ഓപ്ഷൻസ് നോക്കണം. വേണ്ട. എന്നാ ലാസ്റ്റ് ആയിട്ട് ലഡ്ഡുവിന്റെ അന്ത് മുന്തിരിങ്ങ കൊടുത്തോട്ടെ. ആ കൊടുത്തോ കൊടുത്തോ. അതേ കൊടുക്കാവൂ. കഴിച്ചോ കഴിച്ചോ. അതിനും കൊടുത്തോട്ടെ. വേണ്ട. ലഡ്ഡു കൊടുത്തോട്ടെ. വേണ്ട. ആപ്പിൾ കൊടുത്തോട്ടെ. അല്ല ആപ്പിൾ ആരും കൊടുക്കാത്തത് വേണേ അത് കൊടുക്കാല്ലേ. എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കൊടുത്തോട്ടെ. കൊടുത്തു കൊടുത്തു. ആപ്പിളോ മുന്തിരിയോ എല്ലാരും ലഡു വായി വെച്ച് കൊടുക്കാം. താങ്ങാൻ പറ്റുന്നു. ഓക്കെ. കേട്ടില്ല. വേണ്ട. അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല. ദാനിയലിന്റെ സമയം. ആപ്പിള് കൊടുക്കുകയാണ്. വേണ്ട. കൊടുത്തോ. കറണ്ട് പോയിരിക്കാണ്. ഇതെന്താ ഇത്? മിന്നു തടയടി. മിന്നു കമോൺ. ഞാൻ തടയത്തില്ല. മിണ്ടിയില്ലല്ലേ? വേണ്ട.
കുഞ്ഞേ എന്നെ വലക്കാതടാ. ഹലോ, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ. അതായത് ഇന്നാണ് നമ്മുടെ കല്യാണ ദിവസം. അപ്പോൾ നമ്മൾ രാവിലെ അപ്പുവിന്റെ ഔട്ട്ഫിറ്റ് ഗൈസ് എല്ലാം റെഡ് ആണ്. അപ്പു ബ്രിക്ക് റെഡ്. എഞ്ചിലോട് ഹായ് ഗൈസ്, ഇന്ന് PT ടീച്ചറുടെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഹായ് കുഞ്ഞു തിരിച്ചൊക്കെ നിൽക്കുന്ന ഏഞ്ചൽ. കുഞ്ഞുന്റെ ഡ്രസ്സാണ്, കുഞ്ഞുന്റെ ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് കാണിച്ച ഏഞ്ചൽ. കുഞ്ഞിനെ കാണിച്ച്. കുഞ്ഞുന്റെ ക്രോപ്പ് ടോപ്പ് സ്കേർട്ടും ആണ്. അൻസുവിന്റെ ആണ്. ഇത് മതി എന്ന് പറഞ്ഞ് ഡിസൈൻ ഒക്കെ കാണിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പിന്നീട് ആരൊക്കെയല്ലേ ടീച്ചർ പുറത്ത് വരൂ. ടീച്ചറിനെ ഞങ്ങൾ ചുരിദാർ ഇടിപ്പിച്ചിട്ടുണ്ട്. ഓൾ സെറ്റ് ഫോർ വെഡിങ്. വീഡിയോ ആണ്. മോര് ഇവിടെ ഇട്ട് കാച്ചി ഇറച്ചി അരിഞ്ഞെല്ലാം കഴുകി അവിടെ വെച്ച് അവിയലിന് എല്ലാം ചതച്ച് എല്ലാം കൊടുത്തു. പിന്നെ കൊച്ചുമോളും അഞ്ചമ്മയും എല്ലാരും കൂടെ ചെന്ന് അത് ലിപ്സ്റ്റിക്ക് പോയി കുഞ്ഞു. ലിപ്സ്റ്റിക്ക് ഇടണ്ട. ലിപ്സ്റ്റിക്ക് ഞാൻ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇരിക്കണം, കല്യാണ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട്. എല്ലാം പറയാനുണ്ട്. നമ്മുടെ പെണ്ണും ചെറുക്കണം വന്നു. സിനുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂല. സിനു പട്ടിണിയല്ലേ? രാവിലെ കഴിച്ചിട്ടില്ലല്ലോ. അത് രാത്രിയിൽ ഇവളോട് നേരത്തെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ നോക്കിയപ്പോൾ 11:30 ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു. താങ്ക് യു ഫോർ എവരി വൺ ഫോർ മേക്കിംഗ് മൈ ഡേ എന്ന് പറഞ്ഞു. എഞ്ചൽ ഇന്നലെ നമ്മള് എത്ര മണിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ ആളായിരുന്നു ഇവള്. 9 മണിക്ക് 12:30 അവൾ അതൊരു ഇവൾ എന്തെടുക്കുമായിരുന്നു ഇന്നലെ. എന്നിട്ട് രാവിലെ എത്ര മണിക്ക്? ഫോണിലെത്ത് 2 മണിക്ക് എഴുന്നേറ്റ് 12:30 ഉറങ്ങിയിട്ട് ഞാൻ എന്നിട്ട് വഴക്കുണ്ടാക്കിയില്ല. എന്നിട്ട് ഹായ് മമ്മി മോള് വന്നില്ല. മമ്മി മോള് ഇതൊന്നും ഇല്ല ആക്ച്വലി. അത് പറഞ്ഞു. ഹായ്, അങ്ങനെ ഫൈനലി നമ്മള് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞാവ് വന്നപ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഏഞ്ചൽ ഒരാളെ ഹെൽപ്പിന് വിളിച്ചു. ഞാനും മിന്നും പെയറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നെടുത്ത് ഒന്ന് ഫ്രീ പോലെ ഞങ്ങൾ പെയറായിട്ട് മാത്രമേ വരൂ എന്ന് പറഞ്ഞു. കാരണം മിന്നു ഇല്ലെങ്കിൽ അകത്ത് പോയാൽ ഞാൻ പോസ്റ്റ് ആവും, ഞാൻ ഇല്ലെങ്കിൽ അവളും പോസ്റ്റ് അല്ലേ മിന്നോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കല്യാണം നടക്കുന്ന ചർച്ച്, അതാണ് നമ്മുടെ ചെക്കേറ്റ വണ്ടി. കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലേ ഇവളുടെ കഴിച്ച് കഴിയത്തുള്ളൂ. ഏട്ടായി മോള് സാധാ ഏഞ്ചലിന് അറിയത്തില്ല കഥ. എടാ മിന്നി നീ അത് അറിഞ്ഞായിരുന്നോ? ആ എടാ ഞാൻ ഒരു കഥ പറയാം. നിങ്ങൾ ഒന്നര അടുത്തടുത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. എടി ഈ കഥ എന്താണെന്ന് വെച്ചാൽ ഏഞ്ചലിന്റെ കൂടെ പഠിച്ച ഒരാളെ ഇന്നലെ നമ്മൾ കണ്ടു. അപ്പോൾ ഏഞ്ചലിനോട് പറഞ്ഞു പുള്ളിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏഞ്ചൽ ചോദിച്ചു ഭാര്യയെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല ഭാര്യക്ക് 18 വയസ്സുള്ളത്. ഞാൻ ചിരി തുടങ്ങി. ഞാൻ പറഞ്ഞു ചിരിക്കാൻ നല്ല തമാശ ഉണ്ടെന്ന് പറഞ്ഞു. എടാ അയാൾക്ക് ഒരു 10-30 വയസ്സ് കാണത്തില്ലേ. എന്നിട്ട് 18 വയസ്സുള്ള പെൺകൊച്ചിനെ കല്യാണം കഴിച്ചാൽ അതില്ല. എന്നിട്ട് പറയാം ഞാൻ അവളുടെ അപ്പൻ്റെ കൂടെ പണിക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അപ്പൻ്റെ കൂടെ ഇരുന്ന് വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ കെട്ടിയത്. എന്നിട്ട് അഭിമാന പുരസ്കാരമായിട്ട് പറയാണ് ഇതൊക്കെ. എല്ലാ സ്റ്റോറിയും പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ചൊന്ന് റിവ്യൂ ആണോ? ഓക്കെ വിന്നി ഈ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പരിപാടി ഉണ്ട്, കല്യാണത്തിന്റെ റിവ്യൂ. ഓക്കെ ഏഞ്ചൽ, കല്യാണത്തിന്റെ റിവ്യൂ ആവശ്യമാണ്. വേണ്ടേ?
ഏഞ്ചൽ, ഈ വൈനെ പറ്റി ഏഞ്ചൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ വൈനെ പറ്റി ഏഞ്ചൽ എന്താ ഒരു കമന്റ് പറഞ്ഞിരുന്നത്?
ബീച്ചിന്റെ പേരെന്താ? ഇത് എന്ത് ബീച്ചാ? ഇഞ്ചല ഇവിടെ ആദ്യമായിട്ടാണ് ഇഞ്ചല വരുന്നത്. കുഞ്ഞിനെ കൊണ്ട് കാണി. ഫൈനലാണ്. അങ്ങനെ ഫൈനലി കല്യാണം കഴിഞ്ഞു. വിശ്വവിഖ്യാതമായ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എഡിറ്റ് ചെയ്താണ് എടുക്കുന്നത്. നമ്മളെല്ലാം ഷൂട്ട് ചെയ്ത് നോക്കും. എല്ലാം പെണ്ണുങ്ങൾ, ആണുങ്ങൾ, കുട്ടികൾ, ഇതൊക്കെ പിന്നെ നേരത്തെ പ്രാക്ടീസ് ചെയ്യാതെ. ഇപ്പൊ കല്യാണം എന്ന് വെച്ചാൽ ചുമ്മാ ഒന്നല്ല ആന്റി.